ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു പായസ റെസിപ്പി കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയായി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസ റെസിപ്പിയാണ് കേട്ടോ. പലതര പായസം നമ്മൾ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ചുരങ്ങ വെച്ചിട്ടൊരു പായസം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. അതിന് കാഷ്യൂസ്, കിസ്മിസ്, സാവോനരി, നീളാപ്പാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന പാലാണ് കേട്ടോ. ഒരു പാക്കറ്റ് പാൽ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഫുഡ് ലൈഫിൻ്റെ പാലെടുത്തിട്ടുണ്ട്. അമൂലിൻ്റെ മിഠായി മേറ്റ് എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മിൽമ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കാഷ്യൂസും കിസ്മിസും ഒക്കെ വറുത്തെടുക്കാം കേട്ടോ. കരിഞ്ഞു പോവാതെ വറുത്തെടുക്കണേ. നന്നായി വറവായി വന്നിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. ചുരങ്ങ ചീകി എടുത്തതാണ് കേട്ടോ. അത് ചീകി എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെറുതായി ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്കത് മിൽമ നെയ്യിൽ തന്നെ വറുത്തെടുക്കുക കേട്ടോ. നന്നായി വറുത്തെടുക്കാം. ഒന്ന് നന്നായി വറുത്തതിന് ശേഷം നമുക്ക് 4 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാര ചേർത്തോളൂ കേട്ടോ. മിഠായി മേറ്റ് ചേർക്കുന്നത് കൊണ്ട് പഞ്ചസാര കുറച്ചതാണ് കേട്ടോ. ഈ പഞ്ചസാരയിൽ കിടന്നിട്ട് വീണ്ടും വെന്ത് കിട്ടട്ടെ കേട്ടോ. നന്നായി വേവിച്ചെടുക്കട്ടോ. പഞ്ചസാര ലായനിയിൽ നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി വഴന്ന് വന്നതിന് ശേഷം നാവുളുക്കുക കേട്ടോ. അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാലൊഴിച്ച് നന്നായി തിളച്ച് വരണം കേട്ടോ. നല്ലപോലെ തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സാവോനരി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ തിളച്ചതിന് ശേഷം സാവോനരി ചേർത്ത് കൊടുക്കാം. സാവോനരി ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മിഠായി മേറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പായസം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാഷ്യൂസും കിസ്മിസൊക്കെ വറുത്തെടുത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയായി സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസ റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.